നമസ്കാരം, ഞാൻ മോഹനൻപിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദി ആനുവൽ എക്സാമിനേഷന് വേണ്ടി കഴിഞ്ഞ വർഷം, അതായത് 2023 മാർച്ചിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവുമാണ്. പരീക്ഷാ നിർദ്ദേശങ്ങൾ നമുക്കറിയാം. ആകെ സമയം 2 മണിക്കൂർ, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമുണ്ട്. ഗതിവിധി ഏക്ക്, അതായത് ആക്ടിവിറ്റി 1, ആദ്യത്തെ ആക്ടിവിറ്റി എല്ലാവരും നിർബന്ധമായും എഴുതണം. 2 മുതൽ 6 വരെയുള്ള ഗതിവിധികളിൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതിയാകുന്നതാണ്. അതിൽ 5 ചോദിക്കും. അതിലെ നമുക്കിഷ്ടമുള്ള 4 എഴുതിയാൽ മതിയാകും. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ഗതിവിധി സൂചന, ഖണ്ഡ് പഠേയും ഓർ പ്രശ്നോं के ഉത്തർ ലിഖേയും. താഴെ തന്നിരിക്കുന്ന പാസേജ് വായിച്ച് അതിന് അടിയിലായി തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് പറയുന്നത്. പാസേജ് ഇതാണ്. ഏക് ദിൻ ശീതലിനെ ഏക് സപ്ന ദേക്ക. ഒരു ദിവസം ശീതൽ ഒരു സ്വപ്നം കണ്ടു. ഏക് നദി തേസ് ബഹ് രഹി തി. ഒരു നദി അതിവേഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ശക്തിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നദി സെ ഏക് മച്ഛലി ബാഹർ ഉച്ചലി. നദിയിൽ നിന്ന് ഒരു മത്സ്യം പുറത്തേക്ക് ചാടി. അവർ കിനാരെ പത്ഥർ പേർ ഫസ് ഗയി. പുറത്ത് ഒരു പാറപ്പുറത്ത് കുടുങ്ങിപ്പോയി. ശീതലിനെ മച്ഛലി കോ വാപ്പസ് നദിമേം ഡാൽ ദിയ. ശീതൽ ഈ മത്സ്യത്തെ തിരിച്ച് നദിയിലേക്കെടുത്ത് ഇട്ടു. ഇനി ചോദ്യം ഇതാണ്, കിസിനെ സപ്ന ദേഖ. ആരാണ് സ്വപ്നം കണ്ടത്? അതിൻ്റെ ഉത്തരം 4ാമത് കിടക്കുന്ന ശീതലിനെയാണ്. 2ാമത്തെ ചോദ്യം, നദി കൈസെ ബഹ് രഹീതി. എങ്ങനെയായിരുന്നു ഒഴുകിയത്? 3ാമത് കിടക്കുന്ന തേസെ. അടുത്ത 3ാമത്തെ ചോദ്യം, നദി സെ ബാഹർ ഉച്ചലി കോൻ. ആരാണ് പുറത്തു ചാടിയത്? 2ാമത് കിടക്കുന്ന മച്ചലി. അടുത്ത ചോദ്യം, മച്ചലി കഹാം ഫസ് ഗയി. എവിടെയാണ് കുടുങ്ങിയത്? 2ാമത് കിടക്കുന്ന പത്ഥർ പർ. അവസാനത്തെ ചോദ്യം, ശീതലിനെ മച്ചലി കോ കഹാം ഡാൽ ദിയ. എവിടെയാണ് മത്സ്യത്തെ ഇട്ടത്? ലാസ്റ്റ് കിടക്കുന്ന നദീമേം. നദിയിലാണ്. ഒരു കാര്യം, ഈ ഗതിവിധി എല്ലാവരും നിർബന്ധമായും എഴുതിയിരിക്കണം. നമുക്കിനി അടുത്ത ഗതിവിധി നോക്കാം. ജമീൻ കോ ജാദു ആത്താ ഹെ കവിത की ये पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें. ജമീൻ കോ ജാദു ആത്താ ഹെ എന്ന കവിതയുടെ ചുവടെ തന്നിരിക്കുന്ന വരികൾ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. യേ മേരെ ബാഗ് കി മിട്ടി കോ കുച്ച് തോ ഹേ. ഇത് എൻ്റെ തോട്ടത്തിന് പറ്റിയ മണ്ണാണ്. ഏ ജാദു ഈ സെമിഹയ്ക്ക്. ഇത് മാന്ത്രിക മണ്ണാണോ? ജമീൻ കോ ജാദു ആത്താ ഹേ. മണ്ണിൽ മാന്ത്രിക വിദ്യയുണ്ട്, ജാലവിദ്യയുണ്ട്. ഇവിടെ ചോദ്യം, കവിതാംശുമേ ഭൂമി കെ ലിയേ കിസ് ശബ്ദ കാ പ്രയോഗ ഹുവാ ഹേ. ഭൂമി എന്നുള്ളതിന് കവിതയിൽ തന്നിരിക്കുന്ന വാക്ക് ഏതാണ്? 4 തന്നിട്ടുണ്ട്. ബാഗ്, മിട്ടി. മിട്ടി എന്ന് വെച്ചാൽ മണ്ണ് എന്നാണ് അർത്ഥം. ജമീം, ജമീമാണ് ഭൂമിക്ക് തുല്യമായിട്ടുള്ളത്. അപ്പോൾ ഭൂമിക്ക് തുല്യമായിട്ടുള്ള വാക്ക് 3ാമത് കിടക്കുന്ന ജമീമാണ്. അടുത്ത ചോദ്യം, ധർത്തി ബച്ചാവോ ജീവൻ ബച്ചാവോ. ഭൂമിയെ രക്ഷിക്കൂ, ജീവനെ രക്ഷിക്കൂ. ഇത് സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരേ. ഈ സന്ദേശം വരുന്ന തരത്തിലെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാൻ നമുക്കറിയാം. പരീക്ഷയ്ക്ക് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫ്രഷായിട്ടുള്ള ഒരു പേജിൽ തന്നെ ഇത് എഴുതാൻ ശ്രമിക്കണം. അതായത് 2 പേജിലായിട്ട് ഇതിൻ്റെ ഉത്തരം നിൽക്കരുത്, ഒരു പേജിൽ തന്നെ നിൽക്കണം. അതുപോലെ തന്നെ കൂടുതൽ പടങ്ങൾ വരച്ചു വയ്ക്കുന്നതിനകത്തൊന്നും കാര്യമില്ല. നമ്മൾ ടെക്സ്റ്റുകൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ പല വലിപ്പത്തിലുള്ള
പലതരത്തിൽ പ്രാധാന്യമനുസരിച്ച് ചെറിയ ചെറിയ ബോക്സുകളിലാക്കി നമുക്ക് സെൻറ്റൻസുകളെ മാറ്റാം. നമ്മളൊരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി പഠിച്ചിട്ടുണ്ടാകും. അതെഴുതിയാൽ മതിയാകും. ഞാനിവിടെ മോഡലിന് വേണ്ടി ഒരെണ്ണം കൊടുക്കുന്നു. അത് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ നോക്കി മനസ്സിലാക്കി നല്ല രീതിയിൽ ഇതുപോലെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ പരീക്ഷയ്ക്ക് എഴുതാൻ ശ്രമിക്കണം. നമുക്ക് അടുത്ത ഗതിവിധി പരിശോധിക്കാം. ഗതിവിധി 3. സൂചന: ചിത്ര വാചൻ കരയും ഓർ പ്രശ്നോങ്കി ഉത്തർ ലിഖയും. ഈ ചിത്രം കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 ചിത്രമാണ്, കാർട്ടൂൺ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ചിത്രം അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തതിൽ ഒരു പെൻസിലുണ്ട്. തൊട്ടടുത്തായിട്ട് ഒരു എലി നിൽക്കുന്നു. എലി എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. ഒരു പക്ഷേ എലിക്ക് വിശക്കുന്നുണ്ടാകാം. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് എലി ഈ പെൻസിലിനെ തിന്നാൻ തുടങ്ങുകയാണ്. അപ്പോൾ തിന്നാൻ തുടങ്ങുമ്പോൾ പെൻസിൽ എന്താണ് പറയുന്നുണ്ട്? മുച്ചേ ചോടുതോ, എന്നെ വിട്ടേക്കൂ, മയം തുമാരേലിയെ, ഞാൻ നിനക്ക് ചിത്ര കീഞ്ചു തൂങ്ങി, ഞാൻ നിനക്ക് ചിത്രം വരച്ചു തരാം എന്ന് പെൻസിൽ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ ചിത്രത്തിൽ പെൻസിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നതാണ്. നാലാമത്തെ ചിത്രം എന്താണ്? ചിത്രം വരച്ച് പൂർത്തിയാക്കി എലി അതിലോട്ട് നോക്കിയപ്പോൾ എലി കാണുന്നത് ഒരു പൂച്ചയാണ്. പൂച്ച തന്നെ പിടിക്കാൻ വരുന്നു എന്ന അർത്ഥത്തിൽ എലി ഓടിപ്പോവുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ചിത്ര കെ അനുസാർ വാക്യോങ്കോ ക്രമസേ ലിഖയും. ചിത്രത്തിനനുസരിച്ച് വാക്യം ക്രമമായി എഴുതുക. അപ്പോൾ ഇതിനകത്ത് 4 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ബില്ലി കോ ദേക്ക് കർ ചൂഹ ഭാഗുകയ. ബില്ലിയെ കണ്ടപ്പോൾ പൂച്ചയെ കണ്ടപ്പോൾ എലി ഭാഗുകയ, ഓടിപ്പോയി. അത് നമുക്ക് മനസ്സിലായി. 4ാമത്തെ ചിത്രത്തിലാണ് ഓടിപ്പോകുന്നത്. ഇനി അടുത്തത് 2ാമത്തത് എന്താണ്? ഭൂക്കെ ചൂഹയെ കോയേക്ക് പെൻസിൽ മിലി. വിശന്ന എലിക്ക് ഒരു പെൻസിൽ കിട്ടി. അത് ആദ്യത്തെ ചിത്രമാണ്. അടുത്ത പാസേജ് എന്താണ്? പെൻസിലിനെ കഹ. പെൻസിൽ പറയുന്നു മുച്ചേ ചോടുതോ, എന്നെ വിടൂ, മയം തുമാരേലിയെ ചിത്ര കീഞ്ചു തൂങ്ങി. അത് പെൻസിൽ പറയുന്ന ഒരു ഭാഗം തന്നെ 2ാമത്തെ ചിത്രത്തിലുണ്ട്. അപ്പോൾ അത് തന്നെയാണ്. ഇനി അടുത്ത എന്താണ്? പെൻസിൽ ചിത്ര കീഞ്ചിനെ ലഗി. ആ പെൻസിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അത് 3ാമത്തതാണ്. അപ്പം ചിത്രത്തിനനുസരിച്ച് ഇതിനെ നമ്മൾ ക്രമമായി എഴുതാനാണ് പറയുന്നത്. അടുത്ത ചോദ്യം: ചിത്രകഥാക്കേലിയെ ഉചിത ശീർഷക് ദയും. ഒരു ഉചിതമായ ശീർഷകം, ഹെഡിങ് കൊടുക്കാനാണ് പറയുന്നത്. നമുക്ക് എന്ത് കൊടുക്കാം? പെൻസിൽ ഓർ ചൂഹ എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഉചിതമായ ശീർഷകമായിരിക്കണം. അത്രയും എഴുതുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. അടുത്ത ആക്ടിവിറ്റി പരിശോധിക്കാം. ഗതിവിധി 4. സൂചന: ഹിന്ദുസ്ഥാൻ ഹമാര പാടുകായി ഹാംശ് പടയും ഓർ പ്രശ്നോങ്കെ ഉത്തർ ലിഖയും. ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പാഠഭാഗം വായിച്ച് അതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭാരത് സൻസാർ കായി സാതാശ് ഹെ ജിസ്കി ചമക്ക് വിശ്വഭർ ഫൈലി ഹെ. ഭാരതം ലോകത്തിന്റെ തന്നെ ഒരു കിരീടമാണ്. അതിന്റെ തിളക്കം ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു. ഇസ്കി ഖൂബ്സൂരത്ത് ഭൗഗോളിക ചൽക്ക്. ഇതിന്റെ സുന്ദരമായ മനോഹരമായ ഭൂമിശാസ്ത്രപരമായ കാഴ്ചകൾ സമയപർ രംഗ് ബദൽത്തെ. കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ നിറം മാറിക്കൊണ്ടിരിക്കുന്ന അനോഖി മൗസം, വിചിത്രമായ കാലാവസ്ഥ. ഷാന് ബനി സമ്പന്ന സംസ്കൃതി, അഭിമാനം ഉണ്ടാക്കുന്ന സമ്പന്നമായ സംസ്കാരം. സബ് ഇസ് താജ്മേം ജഡേ ഹീരേഹെ. എല്ലാം ഈ കിരീടത്തിൽ പതിച്ചിട്ടുള്ള വജ്രങ്ങളാണ്, അല്ലെങ്കിൽ മുത്തുകളാണ്. ചോദ്യം: ഖണ്ഡ്മേം കിസ്കോ സൻസാർ കാ താജ് കഹാ ഗയാ ഹെ. എന്തിനെയാണ് ലോകത്തിന്റെ കിരീടമായി പറഞ്ഞിട്ടുള്ളത്? ഭാരതത്തെയാണ് ഉത്തരം. അടുത്ത ചോദ്യം: ഖണ്ഡ് കെ ആധാർ പർ സഹി മിലാൻ കരെ. ചേരുംപടി ചേർത്തെഴുതാനാണ്. അപ്പം നമുക്ക് 4
ഒരു ബോക്സിൽ 4 എണ്ണം തന്നിട്ടുണ്ട്. അതിന് തുല്യമായി വലതുവശത്ത് നിന്ന് ശരിയായിട്ടുള്ളത് നമ്മൾ എടുത്തെഴുതണം. ആദ്യം നമ്മൾ ആദ്യത്തെ 4 എണ്ണം വായിച്ചു നോക്കണം. ഭാരത് കി ചമക്ക്, ഭാരത് കി ഭൗഗോളിക ചൽക്ക്, ഭാരത് കി മൗസം, സമ്പന്ന സംസ്കൃതി. ഇനി ഇതിന് തുല്യമായിട്ടുള്ളത് നമ്മൾ വലതുവശത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കാം. സമയ സമയ പർ ബദൽത്തെ ഹെ, വിശ്വ ഭർ ഫൈലി ഹെ, ഭാരത് കി ഷാൻ ഹെ, ഖൂബ്സൂരത് ഹെ. അപ്പൊ ഇതിൽ ആദ്യത്തെ നോക്കാം. ഭാരത് കി ചമക്ക്, ഭാരതത്തിന്റെ ആ തിളക്കം നമ്മൾ പാസേജിൽ കണ്ടു. ഇതിൽ രണ്ടാമത് കിടക്കുന്നതാണ് വിശ്വ ഭർ ഫൈലി ഹെ, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു. രണ്ടാമത്തെ ഏതാണ്? ഭാരത് കി ഭൗഗോളിക ചൽക്ക്, അതിന് തുല്യമായിട്ടുള്ളത് ഏറ്റവും അവസാനം കിടക്കുന്ന ഖൂബ്സൂരത് ഹെ. മൂന്നാമത്തത് ഭാരത് കെ മൗസം, ഭാരതത്തിന്റെ കാലാവസ്ഥ, അത് ഏറ്റവും ആദ്യം കിടക്കുന്നതാണ് സമയ സമയ പേർ ബദൽത്തെ ഹെ. ലാസ്റ്റിലെ സമ്പന്ന സംസ്കൃതി, അത് മൂന്നാമത് കിടക്കുന്ന ഭാരത് കി ഷാൻ ഹെ. അടുത്തത് ഗതിവിധി 5. സൂചന. മാർച്ച് ലേഖക യഹ് അംശ പഠേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. മാർച്ച് എന്ന ലേഖനത്തിന്റെ ചുവടെ തന്നിരിക്കുന്ന ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. പാസേജ് ഇതാണ്. मार्च के दिनों में हाथों में किताबें और आंखों में नींदें रहा करती थी. മാർച്ച് മാസത്തിലെ ദിവസങ്ങളിൽ ഹാത്തോമേ കിതാബേം, കൈകളിൽ പുസ്തകങ്ങളും, ഓർ ആംഖോമേം നീന്തേം രഹാ കർത്തി തീ, കണ്ണുകളിൽ ഉറക്കവും വന്നുകൊണ്ടിരിക്കും. ദോ പന്നെ പൾത്തേഹി, 2 പേജുകൾ മറിക്കുമ്പോഴേക്കും നീന്ത് കെ ഹാത്ത് ആക്കർ, ഉറക്കത്തിന്റെ കൈകൾ വന്ന്, ആംഖോം പേർ, കണ്ണുകളിൽ, പൽക്കേം കീഞ്ച് ജാത്തേഹേ, കൺപോളകളെ പിടിച്ച് വലിച്ച് അടയ്ക്കുന്നു. അതായത് ഉറക്കം വരുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ലേഖ്മേം കിസ് മഹീനയ്ക്ക് ബാരേമേം കഹാ ഗയാ ഹെ, ഏത് മാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഉത്തരം ആദ്യം കിടക്കുന്ന മാർച്ചാണ്. അടുത്തത് താലികാസെ ഉചിത് വാക്കി ചുൻകർ പത്രക്കി പൂർത്തീകരേം, ഒരു കത്തിന്റെ പൂർത്തീകരണം ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഒരു കത്തിന്റെ മോഡലാണ് തന്നിട്ടുള്ളത്. വലതുവശത്ത് ബോക്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിലുള്ള വാക്കുകളാണ് എടുത്ത് ഇതിനകത്തുനിന്ന് പൂരിപ്പിക്കേണ്ടത്. ആംഖോമേ നീന്താത്തി ഹെ, കണ്ണുകളിൽ ഉറക്കം വരുന്നു. തും കൈസേഹോ, നിനക്ക് എങ്ങനെയുണ്ട്. അച്ചി തിരക്ക് പഠന, നല്ല രീതിയിൽ പഠിക്കണം. മൈം അച്ചി തിരക്ക് പഠന ചാകത്താകും, ഞാൻ നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ കത്തിന്റെ ആദ്യ ഭാഗം പ്ലേസ് ഉണ്ടാകണം, അതിവിടെ വയനാട് തന്നിട്ടുണ്ട്. ഡേറ്റ് ഉണ്ടാകണം 2 മാർച്ച് 2023. അടുത്തത് ഒരു അഭിസംബോധന ഉണ്ടാകണം, പ്രിയ രാഹുൽ. എന്നിട്ട് ചോദ്യം ചോദിച്ചു തുടങ്ങുന്നു. ആദ്യത്തെ ഒരു ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് ആണ്. എന്താണ് ഇതിനകത്ത് പാസേജിൽ നമുക്ക് രണ്ടാമത് കിടക്കുന്ന തും കൈസേഹോ, നിനക്ക് എങ്ങനെയുണ്ട്. അടുത്ത എന്താണ് എഴുതേണ്ടത്? അതുപോലെ തുടർന്ന് എഴുതണം. അഗലേ ഹഫ്തേ മേം പരീക്ഷ ഹെന, അടുത്ത ആഴ്ചയിൽ പരീക്ഷയല്ലേ. അതിന് അടുത്ത പൂരിപ്പിക്കേണ്ടത് എന്താണ്? നാലാമത് കിടക്കുന്ന മയം അച്ചി തരഹ് പഠന ചാകത്താകും, ഞാൻ നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ലേക്കിൻ, എന്നാൽ, ഹാത്തുമേ കിതാബ് ലേത്തേഹി, കയ്യിൽ പുസ്തകം എടുക്കുമ്പോൾ തന്നെ. ഇനി അത് ആദ്യം കിടക്കുന്ന ആംഖോമേം നീന്ത് ആത്തി ഹേ, കണ്ണുകളിൽ ഉറക്കം വരുന്നു. അടുത്ത എന്താണ്? തുമാരി പടായി, നിന്റെ പഠിത്തമൊക്കെ, കൈസേ ചൽത്തി ഹേ, എങ്ങനെ നടക്കുന്നു. അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ് മൂന്നാമത് കിടക്കുന്ന അച്ചി തരഹ് പഠന, നല്ല രീതിയിൽ പഠിക്കണം. ഇനി നമുക്ക് ഒരു കോംപ്ലിമെന്ററി ക്ലോസ് ആണ്. നല്ലൊരു നിർത്തുണ്ടാകണം. തുമാര അപ്ന സോനു. അപ്പോൾ ഇതാണ് നമ്മുടെ കത്ത്. ഇനി നമുക്ക് അവസാനത്തെ ഗതിവിധിയാണ്. ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇതുവരെ ഈ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അവരവരുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒരഭിപ്രായമെങ്കിലും എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഒപ്പം ഇത് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് ഏകദേശം ഇതുപോലെയൊക്കെയുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുന്നത്. നല്ല രീതിയിൽ എല്ലാവരും പരീക്ഷ എഴുതണം. നമുക്കടുത്ത ഗതിവിധിയിലേക്ക് കിടക്കാം. ഗതിവിധി ചഹ്. സൂചന: കവിതാംശ പഠേ ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖേ. കവിതാ ഭാഗം വായിച്ച് അതിനുള്ള ഉത്തരങ്ങൾ എഴുതാനാണ്. ചീണ്ടി ചൽത്തി ഹെ, ഉറുമ്പ് പോകുന്നു. ചീനി ലേക്കർ ചീണ്ടി ചൽത്തി ഹെ, പഞ്ചസാരയും എടുത്തുകൊണ്ടാണ് ഉറുമ്പ് പോകുന്നത്. ചീണ്ടി രുക്തി ഹെ തോ ചീനി രുക്തി ഹെ, ഉറുമ്പ് നിന്നപ്പോൾ പഞ്ചസാരയും നിന്നുപോയി. ചീണ്ടി ചൽത്തി ഹെ തോ ചീനി ചൽത്തി ഹെ, ചീണ്ടി ഉറുമ്പ് സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ ഒപ്പം പഞ്ചസാരയും നടക്കാൻ തുടങ്ങി, ചലിക്കാൻ തുടങ്ങി. രാസ്തേമേ ഏക്ക് ഓർ ചിണ്ടി മിൽ ജാത്തി ഹെ, വഴിയിൽ മറ്റൊരു ചീണ്ടിയെ കൂടി കാണുന്നു. ദേഖ്തേ ചീനി കാ ദാന ഖിൽ ജാത്താ ഹെ, അത് നഷ്ടപ്പെട്ടു. ചീണ്ടി തോ ഫിർ ചീണ്ടി ഹോത്തി ഹെ, അങ്ങനെ പഞ്ചസാരയില്ലാതെ ചീണ്ടി മാത്രമായി മാറി. ചീനി കി ദാവത്ത് മീട്ടി ഹോത്തി ഹെ, അതിന്റെ ആ സദ്യവട്ടം, ചീനിയുടെ സദ്യവട്ടം വളരെ മധുരമുള്ളതായിരുന്നു. ചോദ്യം: കവിത സേ യേ ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. ഈ ആശയം വരുന്ന വരികൾ എടുത്തെഴുതാനാണ് പറയുന്നത്. എന്താണ് ആദ്യത്തത്? ചീണ്ടി ലേക്കർ ചലനെ വാലി ചീണ്ടി രാസ്തേ മേം ഏക്ക് ഓർ ചീണ്ടി സേ മിൽത്തി ഹെ. ചീനി ലേക്കർ ചലനെ വാലി, പഞ്ചസാരയും കൊണ്ട് പോയ ചീണ്ടി ഉറുമ്പ് വഴിയിൽ രാസ്തേ മേ ഏക്ക് ഓർ ചീണ്ടി സേ മിൽത്തി ഹെ, മറ്റൊരു ചീണ്ടിയെ കാണുന്നു. ഇവിടെ രാസ്തേ മേ ഏക്ക് ഓർ ചിണ്ടി മിൽ ജാത്തി ഹെ, ചിണ്ടി ചൽത്തി ഹെ തോ ചീനി ചൽത്തി ഹെ, രാസ്തേ മേം ഏക്ക് ഓർ ചിണ്ടി മിൽ ജാത്തി ഹെ. അതാണ് അവിടുത്തെ ഉത്തരം. അടുത്ത ചോദ്യം എന്താണ്? ചിണ്ടി ഓർ ചീനി ഏക്ക് സാത്ത് രുക്തി ഹെ ഓർ ചൽത്തി ഹെ, രണ്ടുപേരും ഒരു സമയത്ത് നിൽക്കുകയും ഒരു സമയത്ത് പോകുകയും ചെയ്യുന്നു. അതിന് വഴി എന്താണ്? മൂന്നാമത്തെ വരി ചിണ്ടി രുക്തി ഹെ തോ ചീനി രുക്തി ഹെ. അടുത്ത അവസാനത്തെ ചോദ്യം ഇതാണ്: കവിതാ കേ ലിയേ ഏക്ക് ശീർഷക് ദേ, കവിതയ്ക്ക് ഒരു ഹെഡിങ് കൊടുക്കാനാണ്. അപ്പൊ നമ്മൾ ഉചിതമായ ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കാം. ചീണ്ടി ഓർ ചീനി എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്തു തന്നെയായാലും ഉത്തരം ശരിയായിരിക്കും. അപ്പൊ ഇത്രയും ഭാഗം നല്ല രീതിയിൽ നമ്മൾ കാണുകയും നല്ല രീതിയിൽ അത് പഠിച്ച് മനസ്സിലാക്കി പരീക്ഷ എഴുതാൻ ശ്രമിക്കണം. നല്ല വിജയം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.